തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിൽ പാർലമെന്റ് പാസാക്കിയ നിയമത്തിനെതിരായ ഹർജി മാർച്ച് 15-ന് സുപ്രീംകോടതി പരിഗണിക്കും. പുതിയ കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗം മാർച്ച് 14-ന് ചേരാനുമിരിക്കുന്നു. ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ട്. ബാലഗോപാൽ, 2 ഒഴിവുകൾ അത് നികത്തണം, അതിനെതിരായ ഹർജി, തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ആകപ്പാടെ ഒരു സങ്കീർണമായ സാഹചര്യമാണല്ലോ. ഈ സങ്കീർണമായ സാഹചര്യത്തിനിടയിലാണ് ദിവിഷ കേസും സുപ്രീം കോടതി ഈ വരുന്ന മാർച്ച് 15-ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് പാസാക്കിയ നിയമത്തിനെതിരായുള്ള ഹർജികൾ പരിഗണിക്കുന്നത്. നേരത്തെ സുപ്രീം കോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും നിയമനത്തിന് ഒരു പ്രത്യേക സമിതി രൂപീകരിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ആ സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി അംഗമായിരിക്കുമെന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നിയമം പിന്നീട് പാർലമെന്റ് പാസാക്കിയത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇതിനിടയിലാണ് ദിവിഷ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 2 ഒഴിവുകൾ ഉണ്ടാകുകയും ആ ഒഴിവുകൾ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നികത്തുന്നതിനുള്ള നടപടികൾ സർക്കാർ ആരംഭിക്കുകയും ചെയ്തത്. അതിന്റെ ഭാഗമായി 14-ന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ പുതുതായി പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ സമിതി ചേരാനിരിക്കെയാണ് ഇപ്പോൾ ഈ പഴയ സുപ്രീം ആ നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിക്കാൻ വേണ്ടി സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും 15-ാം തീയതിയാണ് ഈ ഹർജികൾ പരിഗണിക്കാൻ ഇപ്പോൾ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന് പ്രശാന്ത് ഭൂഷൺ ഇന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് 15-ന് കേൾക്കാൻ വേണ്ടി ഇപ്പോൾ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ശരി ബാലഗോപാൽ.